ഇനി സോഫ്റ്റ്വെയർസ് അതിൻ്റെ പർപ്പസ് ബേസ് ചെയ്തിട്ട് 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. 1 സിസ്റ്റം സോഫ്റ്റ്വെയർ, 2 യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, 3 ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം പ്രവർത്തിപ്പിക്കാൻ വേണ്ട സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറഞ്ഞല്ലോ, അതൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഇനി നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിൽ ഡീഫോൾട്ടായിട്ട് കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഉദാഹരണത്തിന് മൈക്ക് വർക്ക് ചെയ്യണം, സ്പീക്കർ വർക്ക് ചെയ്യണം, അതേപോലെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷനാലിറ്റീസ്, ഫയൽ എക്സ്പ്ലോറർ, അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഫങ്ഷനാലിറ്റി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആപ്ലിക്കേഷൻസാണ് സോഫ്റ്റ്വെയർസാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾസാണ് വാട്സാപ്പ്, മെസ്സേജിങ്ങിന് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. അഡോബ് പ്രീമിയർ വീഡിയോ എഡിറ്റിങ്ങിന് യൂസ് ചെയ്യുന്നു. VLC വീഡിയോ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഫയർഫോക്സ് ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസിനെ പറയുന്ന പേരാണ് ബ്രൗസേഴ്സ്. ഒരുപാട് ബ്രൗസേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്. ഒന്ന് മോസില്ല ഫയർഫോക്സ്, അതൊരു ഓപ്പൺ സോഴ്സ് ബ്രൗസറാണ്. അതേപോലെ ഗൂഗിൾ ക്രോം ഗൂഗിളിൻ്റെതാണ്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ മൈക്രോസോഫ്റ്റിൻ്റെതാണ്. ആപ്പിളിൻ്റെ സഫാരി, മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ എഡ്ജ്, ഇതൊക്കെ ബ്രൗസേഴ്സിന് എക്സാമ്പിൾസാണ്. ഇനി ഈ ആപ്ലിക്കേഷൻസ് എങ്ങനെ റൺ ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് പിന്നെയും കാറ്റഗറൈസ് ചെയ്യാം. മൊബൈൽ ആപ്സ് എന്ന് പറഞ്ഞാൽ മൊബൈൽ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻസാണ് മൊബൈൽ ആപ്സ് എന്ന് പറയുന്നത്. ഡെസ്ക്ടോപ്പ് ആപ്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻ. മൈക്രോസോഫ്റ്റിലുള്ള MS പെയിൻറ്റ് അല്ലെങ്കിൽ നോട്ട് പാഡ്, ഇതൊക്കെ നമുക്ക് ഡെസ്ക്ടോപ്പ് ആപ്സ് എന്ന് പറയാം. ഇനി വേറൊരു കാറ്റഗറിയാണ് വെബ് ആപ്സ് എന്ന് പറയുന്നത്. വെബ് ആപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രൗസറിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻസാണ് വെബ് ആപ്സ്. നമുക്ക് ഉദാഹരണമായിട്ട് യൂട്യൂബിനെ ഫേസ്ബുക്കിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു വെബ് ആപ്പ് എന്ന് വിളിക്കാം. എന്ന് വെച്ച് ബ്രൗസറിൽ നമ്മൾ ആക്സസ് ചെയ്യുന്ന എല്ലാം വെബ് ആപ്ലിക്കേഷൻ ആവണമെന്നില്ല. നോർമൽ സ്റ്റാറ്റിക് വെബ്സൈറ്റുകളൊക്കെ നമ്മൾ വെബ്സൈറ്റ് എന്നാണ് വിളിക്കുന്നത്. വലിയ ഫങ്ഷനാലിറ്റീസ് സെർവ് ചെയ്യുന്ന ഏതെങ്കിലും വെബ്സൈറ്റ് ഉണ്ടോ അതിനെ നമുക്ക് വെബ് ആപ്സ് എന്ന് വിളിക്കാം. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റലിലോ റെസ്റ്റോറൻറ്റിലോ ഒക്കെ പോകുമ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നിങ്ങൾക്ക് അവർ ബ്രൗസറിലായിരിക്കും സോഫ്റ്റ്വെയർ ആക്സസ് ചെയ്യുന്നത് കാണാൻ പറ്റും. അത് വെബ് ആപ്സ് ആണ്. മുമ്പൊരു എക്സാമ്പിൾ നമ്മൾ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ക്ലൗഡ് എന്ന് പറയുന്നത്? ക്ലൗഡ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, കമ്പ്യൂട്ടേഴ്സ് തന്നെയാണ്. ഇൻ്റർനെറ്റിൽ കണക്റ്റ് ചെയ്തു വെച്ചിട്ടുള്ള കമ്പ്യൂട്ടേഴ്സാണ് ക്ലൗഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലൗഡ് സെർവർ. ഒരു സെർവർ, ഒരു കമ്പ്യൂട്ടർ, ഫുൾ ടൈം ഇൻ്റർനെറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ. ക്ലയൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ, അതാണ് ക്ലയൻറ്റ്. IoT എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, അതായത് ചെറിയ ഡിവൈസുകൾ, സോഫ്റ്റ്വെയർ ലോഡ് ചെയ്തിട്ടുള്ള ചെറിയ ഡിവൈസുകളാണ് IoT എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഡ്രോൺ ക്യാമറാസ്, ഇതൊക്കെ IoT ഡിവൈസസിന് എക്സാമ്പിൾസാണ്.